എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ്സുകൾ, അതായത് ഡിഗ്രി ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. അതായത് ജൂലൈ 1-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. നിലവിൽ കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവ ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ NG യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ, അതായത് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റിയും MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ ഇന്ന് ആയിരുന്നു, അതായത് ജൂൺ 30-ാം തീയതി വരെയായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ജൂലൈ 2-ാം തീയതി വരെയാണ് ഉള്ളത്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് കിട്ടിയതാണെങ്കിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ജൂലൈ 2-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം. അതുപോലെ ജൂലൈ 2-ാം തീയതി തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനുള്ള ലാസ്റ്റ് ഡേറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ്സുകൾ നാളെ മുതൽ, അതായത് ജൂലൈ 1-ാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും പ്രാദേശിക അവധികളോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമാണ് കോളേജ് ഇല്ലാതിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകളാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നാളെ മുതൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നുള്ളത് നിർബന്ധമാണോ, അതായത് നിർബന്ധമായിട്ടും ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതുണ്ടോ, പോവേണ്ടതായിട്ടുണ്ടോ, എനിക്ക് കിട്ടിയ സീറ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അപ്പോൾ അങ്ങനെയെങ്കിൽ ക്ലാസ്സിൽ പോയിട്ട്, അതായത് കോളേജിൽ പോയിട്ട് ക്ലാസ്സുകളിൽ പങ്കെടുക്കണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടിയത്, അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കാരണം അഥവാ നിങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നും പിന്നീട് കിട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു സീറ്റിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ, അതായത് ആ ഒരു സീറ്റ് തന്നെ മതിയെന്ന് ആ ഒരു രീതിയിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ലീവ് എടുക്കുകയാണെങ്കിൽ പിന്നീട് അത് ഹാജറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലം വരും. കാരണം ഡിഗ്രി അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീട് ക്ലാസ്സുകളിൽ നിങ്ങൾക്കത് സെമസ്റ്റർ എക്സാം എഴുതുന്നതിനായിട്ട് ഏകദേശം ഇത്ര ശതമാനം മാർക്ക്, 75% എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത്ര ശതമാനം മാർക്ക് ഹാജർ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പങ്കെടുക്കുക. അതേസമയം നിങ്ങൾക്ക് മറ്റ് വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അതായത് ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധമല്ല. എന്നാൽ നിങ്ങൾക്ക് അഥവാ ആ ഒരു കോഴ്സ് തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ഒരു ആകെ ഹാജറിൻ്റെ 75% ഹാജർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ, അതായത് ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഹാജർ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓരോ സെമസ്റ്റർ പരീക്ഷ എഴുതുന്നതിനും നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഇഷ്ടപ്പെട്ട കോഴ്സല്ല കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് കുറച്ച് ദിവസത്തേക്ക്, അതായത് അടുത്ത അലോട്ട്മെൻറ്റുകൾ വരുന്നത് വരെ നിങ്ങൾ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഓപ്ഷൻ ആണ് എങ്കിൽ, അതായത് ഇഷ്ടപ്പെട്ട കോഴ്സും കോളേജും ആണെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഡിഗ്രി ക്ലാസ്സുകൾ നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ്, ഇഷ്ടപ്പെട്ട കോളേജിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നാളെ മുതൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ചില കോളേജുകളുടെ ഈ ഒരു ക്ലാസ്സുകളിൽ ചിലപ്പോൾ അതായത് സമയം മാറ്റമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് കൃത്യമായിട്ട് കോളേജിൽ അന്വേഷിച്ച ശേഷം മാത്രം ക്ലാസ്സിന് പോയാൽ മതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സുകളും നാളെ മുതൽ ആണ് ആരംഭിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട കോളേജല്ല കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട കോളേജ് ആയിരുന്നാലും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോളേജ് അല്ലെങ്കിലും നിങ്ങൾ ക്ലാസ്സിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാവുന്നതാണ്. അതായത് അടുത്ത അലോട്ട്മെൻറ്റ് വരുന്നത് വരെ, അതായത് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക്, അതായത് പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോളേജിലേക്ക് പോകാം, അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലേക്ക് പോകാം. എന്നാൽ നിങ്ങൾക്ക് മാറ്റമൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ സീറ്റിൽ തന്നെ നിങ്ങൾ നിലവിലെ ഏത് കോളേജിൽ ഏത് കോഴ്സിനാണോ കിട്ടിയത് ആ ഒരു കോഴ്സിൽ തന്നെ നിങ്ങൾ ആ ഒരു കോഴ്സിൻ്റെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ പോയിട്ട് അതായത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ക്ലാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സോ അല്ലെങ്കിൽ കോളേജോ ആണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പോകണമെന്ന് നിർബന്ധമല്ല. നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് വരെ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലാസ്സിന് പോവാതെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.